നെടുങ്കയം റെയിൻ ഫോറസ്റ്റ് എന്ന് കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? ഇല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് കേൾക്കാം, കൂടെ കാണുകയും ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും സ്വാഗതം ചില കാഴ്ചകൾ യൂട്യൂബ് ചാനലിലേക്ക്. ഈ യാത്രയിൽ എന്നോടൊപ്പം ഷമീറുണ്ട്, പിന്നെ നമ്മുടെ MSK ഉണ്ട്. അങ്ങനെ ഞങ്ങൾ നെടുങ്കയം റെയിൻ ഫോറസ്റ്റിൻ്റെ ബോർഡറിലേക്ക് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. സാധാരണ ഏതൊരു ഗാർഡനിലും നമ്മൾ കടക്കുമ്പോൾ ഉണ്ടാവുന്ന പോലെ തന്നെ ഇവിടെയും ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് ഉണ്ട്. അപ്പം അവിടെ എത്തിയ സമയത്ത് ഏകദേശം 1 മണിയായിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടുന്ന് ടിക്കറ്റ് എടുത്ത് അവരുടെ പെർമിഷനോടുകൂടി ഞങ്ങൾ ഉള്ളിലോട്ട് പോയി. അപ്പോൾ അകത്തേക്ക് കയറുമ്പോൾ ഞങ്ങൾ 2 ബൈക്കിലായിരുന്നു വന്നത്. അപ്പം അവർ പറഞ്ഞ് ഒരു വണ്ടി പോയാൽ മതിയെങ്കിൽ ഒന്നിൻ്റെ ടിക്കറ്റ് എടുത്താൽ മതി എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഒരു വണ്ടിക്കും ഞങ്ങൾ 3 പേർക്കുള്ള ടിക്കറ്റ് എടുത്ത് അകത്തേക്ക് പോയി. കാടിലേക്ക് കടക്കുമ്പോഴുള്ള നിയമങ്ങളൊക്കെ വളരെ വ്യക്തമായി തന്നെ വനംവകുപ്പിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഓഫീസിന് മുന്നിലുള്ള ബോർഡിൽ വ്യക്തമായി എഴുതി വെച്ചിട്ടുണ്ട്. അതൊക്കെ ശരിക്കും വായിച്ച് മനസ്സിലാക്കിയിട്ട് വേണം ഇവിടെ നിന്ന് യാത്ര തുടങ്ങാൻ. കയ്യിൽ നമ്മളിവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ വാഹനം എടുക്കാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. എനിക്ക് തോന്നിയ കാര്യമാണ്. കാരണം നടക്കാൻ ഇഷ്ടപ്പെടുന്നവരും പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നവരും ആണെങ്കിൽ തീർച്ചയായിട്ടും വണ്ടി അവിടെ വെച്ചിട്ട് നടന്നു പോകുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. കുറച്ച് കൂടുതൽ നടക്കാനുണ്ടെങ്കിലും നല്ല കാഴ്ചകളാണ് നമുക്ക് അവിടെ കാണാൻ കഴിയുക. അങ്ങനെ ചെക്ക് പോസ്റ്റ് കടന്ന് കഴിഞ്ഞപ്പം തീർച്ചയായിട്ടും ഏതൊരാൾക്കും, പ്രകൃതിയെ ഇഷ്ടപ്പെടുന്ന ഏതൊരാൾക്കും ഇഷ്ടപ്പെടുന്ന അതിമനോഹരമായ കാഴ്ചകൾ തന്നെയായിരുന്നു അവിടെ. ഒരുപാട് ദൂരം ഈ 2 സൈഡിലും ഇങ്ങനെ നല്ല എന്താ പറയുക, വലിയ പുല്ലുകളൊന്നും വളരാതെ പച്ച വിരിച്ച് കിടക്കുന്ന പുൽത്തകടുകൾക്ക് ഇടയിലായിട്ട് ഇങ്ങനെ വളർന്നു നിൽക്കുന്ന തേക്കിൻ തോട്ടങ്ങളായിരുന്നു. വളരെ മനോഹരമായ കാഴ്ചകളായിരുന്നു അത്. എവിടെ നോക്കിയാലും നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ ബെസ്റ്റ് സ്ഥലം. നല്ല ഫ്രീഡാണ്. എവിടെയൊക്കെ വണ്ടി നിർത്താം, ഇവിടെയൊക്കെ നമുക്ക് നിന്ന് ഫോട്ടോ എടുക്കാം, ഇവിടെയൊക്കെ ഇരുന്ന് സംസാരിക്കാം. അത്രയും നല്ല സുന്ദരമായ സ്ഥലം. അങ്ങനെ ഈ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടേയിരുന്നു. ഹരിതാപമായ കാടിനെ 2ആയി പിളർത്തിക്കൊണ്ട് ഇങ്ങനെ പോകുന്ന ഈ കൊച്ചു റോഡിലൂടെ ഞങ്ങളിങ്ങനെ 2 സൈഡിലെയും കാഴ്ചകൾ കണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നാണ് അവിടെ ഒരു 2-3 ആദിവാസി ചേച്ചിമാർ ആട്ടിൻ പറ്റങ്ങളെ മേച്ച് നടക്കുന്ന ശ്രദ്ധയിൽപ്പെട്ടത്.
അപ്പോൾ ഞങ്ങൾ വണ്ടി അവിടെ നിർത്തി. എന്നിട്ട് ആ ഏരിയയിൽ ഒരുപാട് തേക്ക് തടികൾ ഇങ്ങനെ നമ്പറൊക്കെ ഇട്ട് നിരത്തിയിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലേലത്തിന് വേണ്ടിയിട്ടാണെന്നാണ് മനസ്സിലായത്. അപ്പോൾ ഞങ്ങൾ കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്തു. അവിടെ ഞങ്ങൾ ഇരിക്കുന്നിടത്തൊക്കെ ആട്ടിൻകുട്ടികളും ഇങ്ങനെ വന്ന് ഓരോന്ന് പെറുക്കി തിന്നുകൊണ്ട് നടക്കുന്നുണ്ടായിരുന്നു. കൂടെ 2 ചേച്ചിമാരും അവരുടെ കൂടെ ഒരു നായയും ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഈ ഒരു സ്ഥലത്തെത്തി. അവിടെ വരെ മാത്രമേ വാഹനങ്ങൾക്ക് പ്രവേശനമുള്ളൂ. പുറത്തുനിന്നുള്ള സഞ്ചാരികൾക്ക് കൊണ്ടുപോകാവുന്ന വാഹനങ്ങൾ ഇവിടെ നിർത്തിയിടണം. പിന്നെ ഉള്ളോട്ട് പോകേണ്ടത് അവിടെ താമസിക്കുന്ന ആദിവാസി ക്യാമ്പുകളിലേക്ക് അല്ലെങ്കിൽ ആദിവാസി ഊരിലേക്ക് പോകുന്ന വണ്ടികൾ, അവിടുത്തെ പ്രദേശവാസികൾക്ക് മാത്രമേ ഈ പാലം കടന്ന് പിന്നെ വാഹനം ഓടിച്ച് പോകാൻ പറ്റുകയുള്ളൂ. ഈ കാണുന്ന പുഴയാണ് പാണ്ടിപ്പുഴ എന്ന പേരിൽ അറിയപ്പെടുന്നത്. താന്നിക്കടവ് തെക്ക് കിഴക്ക് ഭാഗത്ത് നിന്നാണത്രേ ഈ പുഴ ഉത്ഭവിക്കുന്നത്. പൂർണ്ണമായും ഫോറസ്റ്റിലൂടെയാണ് ഇത് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. അവസാനം ഇത് ചെന്ന് ചേരുന്നത് കരിമ്പുഴയിലാണ്. കരിമ്പുഴ പിന്നീട് ചാലിയാറിലേക്കുന്നു. ആ പാലം കഴിഞ്ഞ ഉടനെ തന്നെ ഞങ്ങൾ റൈറ്റ് സൈഡിലേക്ക് ഒരു ചെറിയ നടന്ന് പോയി വയ്യായൊരു ഏരിയ കണ്ടു. അപ്പോൾ അതിലൂടെ ഇങ്ങനെ നടന്ന് പോയപ്പോൾ കുറച്ച് ഒരു 100 മീറ്റർ 150 മീറ്റർ നടന്നു പോയപ്പോൾ പുഴ ഈ പാണ്ടിപ്പുഴയിലേക്ക് വന്നു ചേരുന്ന ഒരു അരുവിയിൽ എത്തിപ്പെട്ടു. അപ്പം അവിടെ നല്ല മനോഹരമായ ഒരു ഏരിയ തന്നെയാണ്, കുളിക്കാനൊക്കെ പറ്റിയ നല്ല ബെസ്റ്റ് ഏരിയ. അപ്പം ഞങ്ങളവിടെ കുറച്ച് സമയം ചിലവഴിച്ചു.
ഇനി ഇവിടുന്ന് അങ്ങോട്ട് സഞ്ചാരികൾക്ക് പെർമിഷനുള്ള സ്ഥലം എന്ന് പറയുന്നത് അധികമൊന്നുമില്ല. ഇവിടുത്തെ കുറച്ചു കാലം മുമ്പ് ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഇവിടുത്തെ ഫോറസ്റ്റ് എഞ്ചിനീയർ ആയിരുന്ന ഡോസൺ എന്ന പേരിലൊരു സായിപ്പിൻ്റെ കുഴിമാടാണ് ഇനി അവിടെ കാണാനുള്ളത്. അത് കഴിഞ്ഞാൽ പിന്നെ കാണാനുള്ളത് ഒരു ആനപ്പന്തിയുണ്ട്. അപ്പം നമുക്ക് കുഴിമാടത്തിൻ്റെ അവിടെ അതിൻ്റെ ഒരു സ്മാരകവും പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ചരിത്രമൊക്കെ ഉണ്ട്. അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഏരിയ ആയിരുന്നു അത്ര ഈ ഒരു ഭാഗവും അതേപോലെ ഈ നമ്മളിപ്പോൾ കടന്നു വന്ന ഇരുമ്പ് പാലവും. ആ ഇരുമ്പ് പാലത്തിനൊരു പേരുണ്ട്, ഗർഡർ പാലം എന്നാണ് അറിയപ്പെടുന്നത്. അപ്പം ആ പാലം ഡിസൈൻ ചെയ്തതും ഈ ഫോറസ്റ്റ് എഞ്ചിനീയർ ആയിരുന്ന ഡോസൺ സാഹിബാണ്. നമ്മൾ കാണുന്ന ആ ജീപ്പ് ആദിവാസി ഊരിലേക്ക് സർവീസ് നടത്തുന്ന ജീപ്പാണ്. ഈ റോഡ് നേരെ വണ്ടി പോകുന്ന റോഡ് നേരെ പോകുന്നത് ആദിവാസി ഊരിലേക്കാണ് അത്രേ. ഇതൊരു പഴയ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസ് ആണെന്ന് തോന്നുന്നു. പിന്നീട് വരുന്ന ഞങ്ങൾ കൂടുതലൊന്നും ചുറ്റിത്തിരിയാതെ അവിടെ നിന്ന് തിരിച്ചു. ഏതായാലും ഇങ്ങോട്ട് വരാൻ ആഗ്രഹിക്കുന്നവർ നേരത്തെ എത്തുക. ഞങ്ങൾ എത്തിയത് ഒരു 11:30-11:45 തിരിച്ചു പോയപ്പോഴേക്കും പിന്നെ അവിടുന്ന് വരുന്ന ആളുകളെക്കൊന്നും ഇങ്ങോട്ട് പെർമിഷൻ ഇല്ല, കാരണം അപ്പോഴേക്കും സമയം കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് നേരത്തെ എത്തിയാലേ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് സാവധാനം തിരിച്ചു പോകാൻ പറ്റുള്ളൂ. ഏകദേശം ഒരു 11:30-ക്കെങ്കിലും ഫോറസ്റ്റ് റേഞ്ച് ഓഫീസറിൻ്റെ അവിടെ എത്തണം, അവിടുന്ന് പെർമിഷൻ എടുത്ത് കയറണം. അതിന് ശേഷം കാരണം ഇവിടെ വന്നിട്ട് നമ്മൾ ഇതൊക്കെ കണ്ടു, ഇവിടെ കുളിക്കാനൊക്കെ പറ്റും. അപ്പം കുളിക്കണമെങ്കിൽ കുളിച്ചൊക്കെ ചെയ്ത് നല്ല ആസ്വദിച്ച് ശരിക്കും എൻജോയ് ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ ഒരു കുറച്ച് സമയം ഇവിടെ വേണ്ടി വരും. അപ്പോൾ അതിന് അനുസരിച്ച് കുറച്ച് നേരത്തെ എത്തിയിട്ടുണ്ടെങ്കിൽ നല്ല ആസ്വദിച്ച് മുതലാക്കി പോകാൻ പറ്റും. എല്ലാവർക്കും നന്ദി. വീഡിയോ ഇതുവരെ കണ്ടിരുന്നതിൽ. ഇതുപോലുള്ള ഒരുപാട് വീഡിയോകൾ ഇനിയും ഞാൻ ഇടും. അപ്പം എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കൊളീഗ്സിനുമൊക്കെ ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ.